യേശുവിൽ മാത്രമേ രക്ഷ ഉള്ളൂ. യേശുവിൽ മാത്രമേ നിത്യജീവൻ ഉള്ളൂ. യേശുവിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ നരകം എന്താണെന്നും സ്വർഗം എന്താണെന്നും ശാപം എന്താണെന്നും പാപം എന്താണെന്നും ജീവൻ എന്താണെന്നും സാത്താൻ ആരാണെന്നും ദൈവം ആരാണെന്നും വിശുദ്ധ ബൈബിൾ ഗ്രന്ഥം കണ്ണ് തുറന്ന് മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ച് വായിച്ചാൽ ബൈബിൾ നമ്മെ പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കും. ഇതാണ് സത്യം. യേശു നേരെ എന്നെ വിളിച്ചതാണ് എന്നെ ക്രിസ്ത്യാനി ആയത്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ ഇടുക്കി ജില്ലയിൽ വാഗമൺ എന്ന ഒരു സ്ഥലത്താണ്. ഇതൊരു വലിയ ടൂറിസ്റ്റ് മേഖലയാണ്. അപ്പോൾ ഇവിടെ ഒരു കർത്താവിൻ്റെ ദാസനെ കാണാനായിട്ട് വന്നതാണ്. അദ്ദേഹം ഏതാണ്ട് 50-ലധികം വർഷങ്ങളായി ഈ വാഗമണ്ണിൽ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അതോടൊപ്പം ഇദ്ദേഹം ബുദ്ധമത വിഭാഗത്തിൽ ലാമ വിഭാഗത്തിൽ നിന്ന് കർത്താവിനെ കണ്ടുമുട്ടിയ ആളാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ജീവൻ. ID കാർഡൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, മെസ്സഞ്ചേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ഉള്ള ID കാർഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ കർത്താവിൻ്റെ ദാസനിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട അനുഭവ സാക്ഷ്യം കേൾക്കാനായിട്ട് ഇടയായിത്തീരും. പാസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് പാസ്റ്ററെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പാസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, ജനിച്ചു വളർന്ന സ്ഥലം, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഏത് മതവിശ്വാസി ആയിരുന്നു പാസ്റ്റർ എന്നുള്ളതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? എൻ്റെ പേര് പാസ്റ്റർ ജെയിംസ് ജീവൻകുമാർ. എൻ്റെ സ്വദേശം പശ്ചിമ ബംഗാൾ ഡാർജിലിംഗ് ആണ്. ഞാൻ നേപ്പാളിയാണ്. ഞാൻ നേപ്പാളിലെ ബുദ്ധിസ്റ്റ് ഫാമിലിയിൽപ്പെട്ട ലാമ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ 1974 മാർച്ച് മാസം കേരളം കാണാൻ വേണ്ടി ഞാൻ ടൂർ കണ്ട മനുഷ്യനാണ്. എൻ്റെ ദൈവത്തിന് കൃപയാൽ 1974 ജൂൺ മാസം യേശു എൻ്റെ പേര് ചൊല്ലി വിളിച്ചു. ഞാൻ ജീവിക്കുന്ന ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. പാസ്റ്റർ നേപ്പാളിൽ, അതായത് ഡാർജിലിംഗിലാണ് ജനിച്ചു വളർന്നത് അല്ലേ? ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാട് ഡാർജിലിംഗ് ആണ്. അപ്പോൾ ജനിച്ചു വളർന്നതിന് ശേഷം വിദ്യാഭ്യാസം ചെയ്തൊക്കെ എവിടെയാ പഠിച്ചതും വളർന്നതൊക്കെ എവിടെയാ? ഡാർജിലിംഗ് തന്നെ. ഡാർജിലിംഗ് തന്നെ. ഓക്കെ. അപ്പോൾ അതിനുശേഷം പാസ്റ്റർ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ സെൻട്രൽ ഗവൺമെന്റ് ഇൻകം ടാക്സ് ജോലി ടെമ്പററി ആയിട്ട്. അച്ഛാ, പിന്നീട് ഈ കേരളത്തിൽ വരാനായിട്ടുള്ളൊരു കാരണം എന്താ? കേരളത്തിൽ ഞാൻ ടൂർക്കായി വന്നത്, കേരളം കാണാൻ വേണ്ടി, സൗത്ത് ഇന്ത്യ കാണാൻ വേണ്ടി ടൂർക്കായി വന്ന മനുഷ്യനാണ്. അപ്പം എനിക്ക് എൻ്റെ പ്രായം ഏജ് 24 വർഷം പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ 24ാമത്തെ വയസ്സിൽ കേരളത്തിൽ വന്നതിന് ശേഷം പിന്നീട് തിരിച്ചു പോയില്ലേ? പിന്നെ ഞാൻ പോയത് 1978 ഡിസംബർ മാസം. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് എങ്ങനെയാണ് പാസ്റ്റർ വന്നത്? ഞാൻ എൻ്റെ യേശു ക്രിസ്തു എൻ്റെ പേര് ചൊല്ലി വിളിച്ചു. അത് എൻ്റെ അങ്കിളിൻ്റെ ഭവനത്തിൽ അതിരാവിലെ 7 മണിക്ക് അവർ എനിക്കായി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഇതറായി ഞാൻ ബുദ്ധമതത്തിലെ മന്ത്രം ജപിച്ച് നടക്കുമ്പോൾ യേശു എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് ശബ്ദം കേട്ടു, മകനെ മകനെ നീ എന്നെ വിശ്വസിക്കുന്നുവോ എന്ന്. അപ്പം എന്താ എനിക്കൊന്നും മനസ്സിലായില്ല. രണ്ടാമതും പിന്നെ വിളിച്ചു, മകനെ ഞാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, അതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കണം, ഞാൻ ജീവനുള്ള ദൈവമാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകാശത്ത് നോക്കി, നീലാകാശം, താഴെ ഭൂമി, അകത്ത് പ്രേയർ നടക്കുന്നു, 7 മണിക്ക് സൂര്യൻ ഉദിക്കുന്നു. ഇത് എന്താണ് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ മൂന്നാമത് ശബ്ദം ഉണ്ടായത്, മകനെ ഞാൻ സൈന്യങ്ങളെ യഹോവ ആകുന്നു. പിന്നെ 3 തവണ ദൈവത്തിന് ശബ്ദം ഉണ്ടായി, മകനെ മകനെ നീ എന്നെ വിശ്വസിക്കണം, ഞാൻ ജീവനോട് ദൈവമാകുന്നു. അപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നെ പറഞ്ഞു, നീ
എനിക്ക് വേണ്ടി കേരളയിൽ സാക്ഷിയായി നിൽക്കണം. നീ എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ നശിപ്പിക്കും, നിന്റെ കുടുംബമായി നശിപ്പിക്കും. എൻ്റെ പേര് സൈന്യങ്ങളെ യഹോവയാണ് പറഞ്ഞു. അല്ല, അങ്ങനെ ഒരു ശബ്ദം കേൾക്കുമായിരുന്നു. ശബ്ദം കേൾക്കുമായിരുന്നു. അത് പിന്നെ ഏത് സമയത്തായിരുന്നു? രാവിലെ 7 മണിക്ക്. രാവിലെ 7 മണിക്ക്. അപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അങ്കിൾ ആന്റി വീടിനകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വെളിയിലെ ബുദ്ധമാത ഈ ലാമ ഫാമിലിയിലെ മന്ത്രമുണ്ട്. അത് പ്രാർത്ഥനയ്ക്കെതിരായി എന്നെ ചെയ്യുമായിരുന്നു. മന്ത്രം ജപിക്കുമായിരുന്നു. മന്ത്രം. അപ്പോൾ ഞാൻ മന്ത്രം ജപിച്ചിരിക്കുമ്പോൾ ഞാൻ അങ്കിളിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ റോജ ചെടിയുണ്ട്, ഒരു ചെടി. ആ ചെടി പറിക്കാനായിട്ട് കൈനീട്ടുമ്പോഴാണ് മേലെ നിന്നൊരു ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ മനസ്സ് എൻ്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്, നീ കേരള പോയാൽ അവിടെ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്, മമദിസ കൊടുക്കും, നീ ക്രിസ്ത്യാനി ആയാൽ നീ നശിച്ചു പോകും, പിന്നെ നീ എൻ്റെ അപ്പനോ ഞാൻ എൻ്റെ മകനോ പറയുവാൻ സാധിക്കത്തില്ല, എൻ്റെ ക്രിസ്ത്യാനിയായിട്ട് വരാൻ പാടില്ല. ഞാൻ ഉറപ്പ് പറഞ്ഞു, ഞാനിവിടെ ആണായി ജനിച്ചതിനാൽ ഒരിക്കലും ഞാൻ യേശുവിനെ വിശ്വസിക്കത്തില്ല. യേശുവിടെ അവതരപുത്രനാണ്, യേശു ദൈവമല്ല, നമ്മുടെ ശ്രീ ബുദ്ധനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ക്രിസ്ത്യാനി ആകില്ല പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കേരളത്തിൽ വന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ ദൈവം എന്നോട് പറഞ്ഞു, നീ എന്നെ വിശ്വസിക്കണം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, കേരളക്കരയിൽ എനിക്ക് വേണ്ടി നീ ഒരു സാക്ഷിയായി നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് കൂട്ടത്തിൽ ഒരു വാക്കോട് പറഞ്ഞു, ഞാൻ നിനക്ക് നല്ലൊരു കമ്പനി നല്ല ജോലിയും തരാം, രക്ഷ സൂക്ഷിക്കണം, ഏത് പ്രശ്നം കൊണ്ടാലും പേടിക്ക് വേണ്ട, ഭയപ്പെട വേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് എത്രയും പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് പള്ളിക്ക് പോയിട്ടില്ല, ബൈബിൾ തൊട്ടിട്ടില്ല, സുവിശേഷ വിരോധിയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കൽ എൻ്റെ അങ്കിൾ ആൻറ്റി പ്രാർത്ഥിക്കുന്ന കൊടുത്തില്ല. ഞാൻ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവർ എന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ഞാൻ എന്നെ വിളിച്ച ദൈവത്തിൻ്റെ ശബ്ദം അങ്കിളോട് പറയുമ്പോൾ അത് യേശു നിന്നെ വിളിക്കുന്നു, നീ യേശുവിൽ വിശ്വസിക്കണം, ഇനി പാപിയെ ജീവിക്കരുത്, യേശു നല്ല ദൈവമാണ്, ഞങ്ങളെ കൂട്ടത്തിൽ പള്ളിക്ക് പോവാം, അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിറ്റേയാഴ്ച മുതൽ ഒരു പെന്തിക്കോസ് ആരാധനയിൽ വാഗമണ്ണിൽ പോയി. അന്നേരം എനിക്ക് തമിഴോ മലയാളമോ ഭാഷ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ പിന്മാറാൻ നോക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം പിന്നെ എന്നോട് പറഞ്ഞു, നീ പിന്മാറ വേണ്ട, അവർ ആരാധിക്കുന്ന എനിക്ക് വേണ്ടിയാണ്, നിന്നെ വിളിച്ച ഞാൻ തന്നെയാണ്, നിന്നെ വിളിച്ച ദൈവമാണ് എന്നെ ആരാധിക്കുന്നത്. ഭാഷ മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, അത് അവിടെ ആരാധനയൊക്കെ പോകണമെന്ന് ദൈവ ശബ്ദം ഉണ്ടായി. അങ്ങനെ നിരന്തരമായി പള്ളി പോകാൻ തുടങ്ങി. അങ്ങനെ പിന്നെ പതുക്കെ ദൈവം ദർശനങ്ങളും വെളിപ്പാടുകളും ശബ്ദങ്ങളും കൊടുത്ത് ദൈവനെ ബലപ്പെടുത്തി. അതിനുശേഷം ഞാൻ ഇത് എത്രാമത്തെ വയസ്സിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? എനിക്ക് 24ാമത് വയസ്സിൽ 24ാമത് വയസ്സിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ബാക്കി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അപ്പോൾ ഞാനെൻ്റെ നാട്ടിലെ പിതാവിനെ ഒരു കത്ത് എഴുതി നേപ്പാളി ഭാഷയിൽ, എൻ്റെ വൈഫിനെ ഒരു കത്ത് എഴുതി, ഞാൻ ഇനി ബുദ്ധമതത്തിൽ നിന്ന് മാറാൻ പോവാം, ക്രിസ്തു മതത്തെ സ്വീകരിക്കാൻ പോവാം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി. കർത്താവ് നേരിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഇനി ബുദ്ധമതത്തിൽ ഞാനില്ല, ക്രിസ്തു മതം സ്വീകരിക്കാൻ പോകാമെന്ന് പറഞ്ഞ് കത്തയച്ചു. അയക്കുമ്പോൾ എൻ്റെ പിതാവ് കത്ത് കണ്ട ഉടനെ കീരി തീനകത്ത് ചുട്ട് കത്തിയായി വെട്ടാനായിട്ട് ഒരുങ്ങി നിന്നു. നാട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ വൈഫ് മറുപടി അയച്ചു, എൻ്റെ ഭർത്താവ് ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാനും അതേ ദൈവത്തിൽ വിശ്വസിക്കും എന്ന് കത്തയക്കുമ്പോൾ സമാധാനം ഉണ്ടായി. ആ സമയം എൻ്റെ ഭാര്യയെ പ്രസവിച്ച് 6 മാസം കുഞ്ഞായി നാട്ടിൽ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പിന്നെ ദൈവം എനിക്ക് കമ്പനിയിൽ നല്ലൊരു ജോലി കൊടുത്തു. ജോലിയുടെ ബന്ധത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഒത്തിരി പ്രയാസവും ബുദ്ധിമുട്ടും പ്രതിസന്ധിയായി. നാട്ടിൽ എന്നെ തള്ളി, വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല.
അങ്ങനെ ഭയങ്കര പ്രയാസവും പ്രതിസന്ധികളായി. അങ്ങനെ ഞാൻ ദൈവം എന്നോട് ചോദിച്ചു ഞാൻ എന്താ ചെയ്യണം. ഞാൻ പറയുമ്പോൾ പോയാൽ മതി, നീ സ്വന്തം ഇഷ്ടപ്രകാരം പോകണ്ട എന്നാ പറയും. ദൈവം എന്നെ പിടിച്ച് നിർത്തി. അങ്ങനെ പിന്നെ കമ്പനി എനിക്ക് ഫുൾ സപ്പോർട്ടായി, എനിക്ക് നല്ലപോലെ ജോലി കൊടുത്ത് സഹായിച്ചു എല്ലാ രീതിയിലും. അങ്ങനെ കടന്നു വന്ന ശേഷം ഞാനിപ്പോൾ സുവിശേഷ വേലയ്ക്ക് മലയാളവും തമിഴ് അത്രയും അറിയത്തില്ലായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ദൈവം എന്നെ സുവിശേഷം അറിയിക്കാനും ജാതികളുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാനും പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചു. ഞാൻ ക്രിസ്തുവിൽ വന്ന ശേഷം എനിക്ക് ആത്മീക ജീവിതത്തിൽ വളരെ സന്തോഷമുണ്ടായി, വളരെ ഒത്തിരി മാറ്റമുണ്ടായി. അനേക നല്ല കാര്യങ്ങൾ പഠിക്കുവാനിടയായി തീർന്നു. അങ്ങനെ 1975 സെപ്റ്റംബർ മാസം 14-ാം തീയതി രാവിലെ 9 മണിക്ക് ഒരു പെന്തിക്കോസ് ദൈവദാസൻ്റെ കൈക്കിൽ നിന്ന് പിതാവിനെയും പുത്രനെയും പരിശുദ്ധ നാമത്തിൽ ജലത്തിൽ മുഴുകി സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ ശേഷം പിന്നെ നാൾക്കുനാൾ ക്രിസ്തു യേശു വളരാൻ തുടങ്ങി. ദൈവം എന്നെ അത്ഭുതമായി വഴി നടത്തി സഹായിച്ചു. അത് കഴിഞ്ഞ ശേഷം ദൈവം എനിക്ക് 5 മക്കൾ തന്നു. 4 ആണുണ്ട്, ഒരു പെൺകൊച്ചുണ്ട്. 5 പേരിൽ 4 ആണ്, ഒരു പെൺകൊച്ച്. ഇപ്പോൾ 5 പേരും വിവാഹിതരായി, കല്യാണമായി. 6 പേരക്കുട്ടികളുണ്ട്. 2 മക്കൾ ട്രിവാൻഡ്രത്തിലുണ്ട്, ഒരാൾ എറണാകുളത്തിലുണ്ട്. 2 പേർ ഭാഗമണ്ഡലത്തിൽ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു. കർത്താവ് അത്ഭുതമായി അനേക ടീമുകളിലും പ്രവർത്തിക്കുവാനും ജയിലുകളിൽ കുര്യാക്കോസ് എം കുടക്കച്ചാറ ദേവദാസനോട് കൂടെ ജയിലിൽ പ്രവർത്തിക്കാനും ദൈവം എന്നെ സഹായിച്ചു. ഇതുവരെ ദൈവം എന്നെ നടത്തി വന്ന് ഇപ്പോൾ എനിക്ക് 76ാമത് വയസ്സാണ്. 74 രക്ഷിക്കപ്പെട്ടു, 74 സ്ഥാനപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്മാറി പോയില്ല, വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ഇപ്പം നാട്ടിൽ ഡാർജിലിംഗിൽ ഇപ്പം ആരുമേ കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും സന്തോഷമാണ്. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ കേരളത്തിൽ ഇപ്പോൾ 51 വർഷമായി. ദൈവകൃപയാൽ കേരളത്തിൽ സുഖമായി സന്തോഷമായി ഇവിടെ സെറ്റിലായിട്ട് ഇവിടെ ജീവിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഏത് സഭയുമായി ബന്ധപ്പെട്ടാണ് പാസ്റ്റർ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്? നേരത്തെ ഞാൻ പ്രവർത്തിക്കുന്ന ഒരു സ്വാതന്ത്ര്യ സഭയാണ്, ബൈബിൾ ബിലീവേഴ്സ് അസംബ്ലി എന്ന ഒരു ട്രസ്റ്റാണ്. ഞങ്ങൾ തന്നെ അത് പല ആൾക്കാരും ഹിന്ദു, സൽവേഷൻ ആർമി, CSI, കാത്തലിക്സ്, ബെന്തിക്കോസ്കാർ എല്ലാം ചേർന്ന് രൂപീകരിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനെ ഒരു ബൈബിൾ ബിലീവേഴ്സ് എന്ന പേര് വെച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു, വർഷങ്ങളായി പ്രവർത്തിച്ചു. അങ്ങനെ ആദ്യകാല സുവിശേഷ പ്രവർത്തനങ്ങളെ എങ്ങനെയായിരുന്നു പാസ്റ്റർ ചെയ്ത്? വീടാന്തരം കയറിയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളായിരുന്നു, എങ്ങനെയായിരുന്നു ചെയ്തത്? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആദ്യകാലത്തിൽ എനിക്ക് നല്ല ഭാഷ അറിയത്തില്ല. ദൈവം പറഞ്ഞു, അതിൻ്റെ എസ്റ്റേറ്റാണ്, തേയില എസ്റ്റേറ്റ് ലൈൻസിൽ കയറി ഓരോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭൂതം പിടിച്ച ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിന്നോട് കൂടെ നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലൈൻസിൽ കയറി, ആർക്കും സപ്പോർട്ട് ഇല്ലാമേ ലൈൻസ് കയറി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗശാന്തി അവർക്ക് കൊടുക്കുകയും ദൈവം അത്ഭുതമായി നടത്തി വന്നു. അങ്ങനെ ബൈബിൾ ബിലീവേഴ്സ് അസംബ്ലി സഭയിൽ നിന്ന് ദീർഘകാലം നിന്ന ശേഷം 2017 മുതൽ ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ ദൈവസഭയിൽ ചേർന്ന് സീനിയർ പാസ്റ്റർ അംഗീകരിച്ച് ഇതിൽ ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? ബൈബിൾ കോളേജിൽ ഞാൻ ഓൺലൈൻ വഴി പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി 26 സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. പഠിച്ചത് 26 സർട്ടിഫിക്കറ്റ് ഉണ്ട്. 26 സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഡൽഹി, കൽക്കട്ട, ഡാർജിലിംഗ്, ബീഹാർ, UP ഇതിനെ കേന്ദ്രീകരിച്ച് അങ്കമലി, കേരള അങ്കമലി കേന്ദ്രീകരിച്ച് പഠിച്ചതാണ്. ദൈവവചനം ശരിക്ക് പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. വെള്ളം പോലെ വചനം കുടിച്ചു. നല്ല പ്രായത്തിൽ കർത്താവ് യേശു ക്രിസ്തു പ്രവർത്തിച്ച പോലെ ദൈവം എന്നെയും പ്രവർത്തിക്കാൻ സഹായിച്ചു. അങ്ങനെ ക്രിസ്തു യേശുവിൽ ഇപ്പോൾ സന്തോഷത്തോടെ ഈ 76 വയസ്സ് പ്രായത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു സഭയുടെ സീനിയർ പാസ്റ്ററായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. അത് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ. അപ്പോൾ പാസ്റ്റർ ഈ ഇത്രയും നാളത്തെ പാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്
എത്ര പേരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പാസ്റ്റർക്ക് സാധിച്ചിട്ടുണ്ട്? പാസ്റ്ററുടെ മതവിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ടോ? നാട്ടിൽ വന്നിട്ടുണ്ട്. നാട്ടിൽ എൻ്റെ അനിയൻ്റെ മൂന്നാമത് അനിയൻ്റെ ഒരു മോൻ ഡൽഹിയിലെ ഒരു നേപ്പാളി പാസ്റ്ററാണ്. അതുതന്നെ അനിയൻ സിംഗപ്പൂരിലെ ഒരു പാസ്റ്ററാണ്. എൻ്റെ വൈഫിനെ ചേച്ചിയുടെ മോൻ സ്വന്തം സഭ രൂപീകരിച്ച് നാട്ടിലെ പാസ്റ്ററായി നിൽക്കുന്നു. അങ്ങനെ ഇപ്പം ഒരു 10-50 പേർ അടുത്ത നാട്ടിൽ രക്ഷിക്കപ്പെട്ട് ക്രിസ്തു യേശുവിൽ വന്നിട്ടുണ്ട്. 50 പേരോളം വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഡാർജിലിംഗിലാണോ? അല്ല, ഡാർജിലിംഗിൽ ഏത് ഭാഗത്താ പാസ്റ്ററുടെ വീട്? ഡാർജിലിംഗ് ബിജൻബാരി, ഡാർജിലിംഗ്, പിന്നെ സിലിഗുരി, ടൈഗർ ഹിൽസ് ആ ഭാഗത്താണോ? ടൈഗർ അടുത്താണ്. ഞാൻ ടൈഗർ ഹിൽസിൽ വന്നിട്ടുണ്ട്. അടുത്തതാണ്. അപ്പൊ അവരെല്ലാം ക്രിസ്തീയ വിശ്വാസത്തിലാണ്. ക്രിസ്തു വിശ്വാസത്തില്. ഓക്കെ. ഞാൻ 1974 ഞാൻ കേരള വരുമ്പോൾ ബെന്തിക്കോസ് എന്ന് പറയുന്ന സംഘടന സഭ വിശ്വാസികൾ അവരെ ഒന്നുമില്ല. ഞാൻ ജനിച്ച് വളർന്നത് കോട്ടയം പോലെ ടൗണിലാണ്. പക്ഷെ ഇപ്പോൾ അവിടെ ഇഷ്ടംപോലെ സഭകളും വിശ്വാസികളും ഡാർജിലിംഗിലുണ്ട്. ഡാർജിലിംഗ് മാത്രമല്ല, ഞങ്ങൾ എൻ്റെ ജനിച്ച് വളർന്ന നാട് ബിജൻബാരിയിലുണ്ട്. സിറ്റി ടൗൺ ആണ്. അപ്പോൾ പാസ്റ്റർ ഈ ബുദ്ധമതത്തിൽ നിന്ന് ഈ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാനുള്ളൊരു കാരണം എന്താ? അത് സ്വീകരിക്കാൻ യേശു എന്നെ നേരിട്ട് വിളിച്ചു തന്നാൽ, യേശു കർത്താവ് വിളിച്ചില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ക്രിസ്തീയ വിശ്വാസത്തിൽ വരത്തില്ല. കാരണം മാത്രമല്ല, ഞാൻ നാട്ടിലെയും ഇൻകം ടാക്സിൽ മാത്രമല്ല ജോലി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 16 വയസ്സ് പോലെ രാഷ്ട്രീയം കളിച്ചിട്ട് അവിടെ ജീവിച്ച മനുഷ്യനാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ക്രിസ്ത്യ വിരോധികളാണ്. ഞങ്ങൾ ടൗണിൽ പരസ്യം ആരെങ്കിലും വരുമ്പോഴൊക്കെ മയക്ക പിടിച്ച് ബൈബിൾ കീറി ഓടിച്ച ആൾക്കാരാണ്. പക്ഷെ ആ ഓടിച്ച ദൈവം എന്നെ കേരളത്തിൽ വിളിച്ച് വേർതിരിച്ചു, എന്നെ സ്വന്തം മകനാക്കി ദൈവം അനുഗ്രഹിച്ചു. അല്ല, ഈ ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ പാസ്റ്ററൊക്കെ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തു അല്ലേ? ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? 1-2 സന്ദർഭങ്ങളൊന്ന് പറയാമോ? അതിന് ടൗണിൽ ഇതിൻ്റെ ട്രാക്ട് കൊടുക്കാനായിട്ട് വരും. പെണ്ണുങ്ങളും ആണുങ്ങളും ട്രാക്ട് കൊടുക്കാനായിട്ട് ചെറിയ മൈക്ക് സെറ്റ് ആയിട്ട് വരും. നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ ടൗണിൽ ചില ഗുണ്ടേസ് പോലെ ആൾക്കാർ ഞങ്ങളുടെ ടൗണിൽ ഉണ്ട്. ഞങ്ങൾ മദ്യപിക്കുന്ന ആൾക്കാരാണ്. മദ്യപിച്ച് കാഞ്ചാവ് അടിച്ച് ഞങ്ങൾ 10-100 പേര് എല്ലാം വളരെ മോശമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ടൗണിൽ. അപ്പം ഞങ്ങൾ കഞ്ഞിയുള്ള ബാക്കി. അപ്പോൾ അത്രയും മോശമായ ജീവിതം നയിച്ചൊരിക്കുമ്പോഴാണ് ഈ യേശു കേരളത്തിൽ കുന്നനിട്ട് എന്നെ രക്ഷിച്ചും എന്നെ വിളിച്ചും എന്നെ അനുഗ്രഹിച്ച് സ്ഥാനപ്പെടുത്തി കേരള സ്റ്റേറ്റിൽ എന്നെ സ്ഥിരമായിട്ട് താമസിക്കുവാൻ കർത്താവ് സഹായിച്ചു. 2 മതവിശ്വാസങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴേ, ബുദ്ധമതവും ക്രിസ്തീയ വിശ്വാസവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പാസ്റ്റർക്ക് എന്താണ് അതിൻ്റെ അകത്തുനിന്നൊരു വ്യത്യാസം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇത് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഈ ബുദ്ധിസ്റ്റ് എന്താ പറയുക, ബുദ്ധിസ്റ്റ് മതം അല്ലേ, ബുദ്ധിസ്റ്റ് മതം എന്ന് പറയുന്നത് വളരെ നീറ്റാണ്. പ്രമാണങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും സകലതും രണ്ട് മതങ്ങൾ തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്ന്, ബുദ്ധമതം എന്ന് പറഞ്ഞാൽ വളരെ നീറ്റാണ്. ബുദ്ധമതം പറയുമ്പോൾ വളരെ നീറ്റാണ്. എല്ലാ കാര്യങ്ങളും, ജീവിതമായാലും മതമായാലും പിന്നെ കുടുംബങ്ങളായാലും രാജ്യങ്ങളായാലും വളരെ നീറ്റായിട്ടുള്ള ജീവിതമാണ്. അപ്പോൾ ഇത് ക്രിസ്ത്യൻസ് ലൈഫും ബുദ്ധിസ്റ്റ് ലൈഫും തമ്മിലെ വ്യത്യാസം ചോദിച്ചാൽ, ബുദ്ധമതത്തിൽ സുവിശേഷമില്ല, രക്ഷയില്ല, ദൈവരാജ്യ അവകാശം സംബന്ധിച്ച് യേശു പറയുവാൻ. അല്ല, ബുദ്ധമതത്തിൽ ദൈവവിശ്വാസം ഉണ്ടോ? ബുദ്ധമത ദൈവവിശ്വാസമുണ്ട്. പക്ഷേ ദൈവം മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകും, നരകത്തിൽ പോകുന്ന വിശ്വാസം ഉണ്ടോ ബുദ്ധമതത്തിൽ? അല്ല, ഉണ്ട്. ലാമ മരി പഠിപ്പിക്കും. നരകത്തെ സംബന്ധിച്ചും സ്വർഗത്തെ സംബന്ധിച്ചും
പിന്നെ ലാമ ടെമ്പിൾ ഉണ്ട്. ലാമ ടെമ്പിളിൽ ചെന്നാൽ ലാമമാർ പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ അതുകൊണ്ട് അവിടെ എന്നല്ല മനുഷ്യർക്ക് നിത്യജീവനോ ശ്വാസതമോ സമാധാനമോ രക്ഷയോ ഒന്നും അതിനകത്ത് കിട്ടത്തില്ല. പിന്നെ ഒന്ന് രക്ഷിക്കപ്പെട്ട് മാനസാന്തരം രക്ഷിക്കപ്പെട്ട് ദൈവരാജ അവകാശമായി തീരണമെങ്കിൽ ജീവിതത്തിൽ സന്തോഷ സമാധാനം വന്ന് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചേ മതിയാവും. പാസ്റ്റർ, ഈ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിന് ശേഷം ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ജീവിതത്തിൽ വരുമ്പോൾ എൻ്റെ കഞ്ചാവ് വലിക്കാൻ അത് നിർത്തി, മയക്കുമരുന്ന് അത് നിർത്തി, മദ്യപാനം അത് നിർത്തി. പിന്നെ ബാക്കി ഈ കുത്തും വെട്ടും ജയിലും എല്ലാം കഴിച്ചതാണ്. അതിൽ 2 വിഷയം മാത്രം ഞാൻ പോകാത്തത്. ലോകപ്രകാരം ജീവിതമാണ് ആയിരുന്നു. കാരണം ദൈവത്തെ അറിയത്തില്ല. 2 കാര്യം, ഞാൻ ചീട്ട് കളിക്കാൻ അറിയത്തില്ല, പേമ്പിള്ളർക്ക് പുറയിൽ പോയില്ല. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ സക്സസ്ഫുള്ളാണ്. കൊലപാതകം ചെയ്യാൻ, അടിക്കാൻ, ഒതുക്കാൻ എല്ലാ ലോകപ്രകാര ജീവിതമായിരുന്നു. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ പോലെ മഹാപാപിയെ ജീവിച്ച എന്നെ കർത്താവ് പാപത്തിൽ നിന്ന് എന്നെ എന്താ പറയുക ഉയർന്ന മാലയിലേക്ക് അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് സമാധാന വഴിയിലേക്ക് കൊണ്ടുവന്ന നാളെ ഞാനും എൻ്റെ കുടുംബം ഇപ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ കേരളക്കരയിൽ ഈ വാഗമൺ പ്രദേശത്തെ 1 നാൾ മുതൽ ഇവിടെ ജീവിക്കുന്നു. എന്നെക്കുറിച്ച് വാഗമൺ ഈ ടൗണിൽ തന്നെ ജെയിംസ് ജീവൻകുമാർ ഇങ്ങനെയുള്ള ആൾ നിങ്ങൾ ദേവദാസന്മാർ ചോദിച്ചാൽ കടക്കാർ പറയും, നാട്ടുകാർ പറയും എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച്. അങ്ങനെ ക്രിസ്തു യേശു വിശ്വാസ ശേഷം എൻ്റെ ജീവിതത്തിൽ വഞ്ചന, ചതിവ്, അന്യായം, അക്രമം, കൊലപാതകം, മദ്യപാനം അങ്ങനെ ഒരുപാട് എല്ലാം ജീവിതത്തിൽ മാറ്റമുണ്ടായി. സിനിമ ഇങ്ങനെ എല്ലാം മാറ്റമുണ്ടായി. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ ഞാൻ പുതിയ സൃഷ്ടിയാകും എന്ന ബൈബിൾ എഴുതിയിരിക്കുന്ന പ്രകാരം ഞാൻ ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പുതിയ സൃഷ്ടിയായി ദൈവത്തിൻ്റെ മകനെ ജീവിക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് എന്താണ് പാസ്റ്റർക്ക് കൂടുതലായിട്ട് മനസ്സിലായിട്ടുള്ളത്? പിന്നെ യേശു ഒരു ജീവിക്കുന്ന ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്, പാപമോചനം കൊടുക്കുന്ന ദൈവമാണ്, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാണ്, മനുഷ്യൻ്റെ ജീവിതത്തിൽ വെളിച്ചം കൊടുക്കുന്ന ദൈവമാണ്. മനുഷ്യർക്ക് ഒരു വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും സഭകളിലും നിത്യപ്രകാശം കൊടുക്കുന്നത് ആകാശത്തിൽ ഭൂമിക്ക് മേൽ മനുഷ്യനിടയിൽ ഒറ്റ യേശു മാത്രമേ ഉള്ളൂ. യേശു അല്ലാതെ മനുഷ്യൻ്റെ പേര് രക്ഷ ഇല്ല. അതിനെ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. യേശു ക്രിസ്തു നല്ല ദൈവം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവം. യേശു ക്രിസ്തു ദാവീദ് പുത്രനെ വിളിക്കും, മനുഷ്യപുത്രനെ വിളിക്കും, ദൈവപുത്രനെ വിളിക്കും. എന്നാൽ ദാവീദ് പുത്ര ആയാലും മനുഷ്യപുത്ര ആയാലും സാക്ഷാൽ യേശു ജീവിക്കുന്ന ദൈവമാണ്. യേശുവിനെ അല്ലാതെ മനുഷ്യർക്ക് രക്ഷിക്കപ്പെടുവാൻ വേറെ മാർഗം ഇല്ല എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. ഇപ്പോൾ പാസ്റ്ററുടെ വീട്ടിൽ ഏതാണ്ട് 50ഓളം പേര് ഈ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു എന്ന് പറയുന്നല്ലോ. അവരൊക്കെ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എൻ്റെ വൈഫിനെ ചേച്ചിയുടെ മക്കൾ സുവിശേഷ വേല ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് സഭ നടത്തുന്നുണ്ട് രാജ്യങ്ങളിൽ. പിന്നെ എൻ്റെ അനിയൻ്റെ 3ാമത് അനിയൻ്റെ മകൻ ഡൽഹിയിൽ സുവിശേഷ വേലയാണ്, നേപ്പാളി സഭ നടത്തുന്നത് സ്വന്തമായിട്ട്. പാസ്റ്റർ ഇപ്പോൾ എത്ര വർഷമായി സുവിശേഷ വേല ചെയ്യുന്നു? ഞാനിപ്പം 74 യേശുവിനെ സ്വന്തം സ്വീകരിച്ച് ശേഷം 1975 സെപ്റ്റംബർ മാസം 14-ാം തീയതി രാവിലെ 9 മണിക്ക് ഒരു ബെന്തിക്കോ സഭയിൽ ഒരു തമിഴ് പാസ്റ്റർ പിതാവിനെയും പുത്രനെയും പരിശുദ്ധ നാമത്തിൽ സ്നാനപ്പെടുത്തി അന്ന് മുതൽ പിന്മാറി പോകാമേ ഈ 2025 ഈ ജൂൺ മാസം 2-ാം തീയതി ഇതുവരെ. അപ്പോൾ ഏതാണ്ട് 50 വർഷത്തിന് മേളിലായി. 50 വർഷത്തിന് മേലെയായി. ഈ 50 വർഷം പാസ്റ്റർ ഏതൊക്കെ രീതിയിലാണ് സുവിശേഷ പ്രവർത്തനം ചെയ്തത്? ഞാൻ രോഗശാന്തി ദൈവം തന്നു, രോഗശാന്തി വരം തന്നു, അത് നടത്തിയിട്ടുണ്ട്. ഭൂതശാന്തി വരം തന്നു, അത് ഞാൻ നടത്തിയിട്ടുണ്ട്. സുവിശേഷം
ഒരു വ്യക്തിയോട് എങ്ങനെ സുവിശേഷം അറിയിക്കണം, ഏത് രീതിയിൽ അറിയിക്കണം, പറയണം. അതെങ്ങനെയാ ഒരു വ്യക്തിയോട് എങ്ങനെയാണ് സുവിശേഷം പറയുന്നത്? സുവിശേഷം പറയുന്നത് ചോദിച്ചാൽ, യേശു ജീവനുള്ള ദൈവമാണ്. നിങ്ങൾക്ക് പ്രശ്നത്തിന് പരിഹാരം ഒന്നേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവിൽ. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും. നിങ്ങൾ നനയ്ക്കിനേക്കാൾ അപ്പുറമായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉയർച്ച കൊടുക്കും. അപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ട് സഭയ്ക്ക് പോയി നിങ്ങൾ ആരാധിച്ചാൽ ദൈവം നിങ്ങളെ എല്ലാ രീതിയിലും അനുഗ്രഹിച്ച് നിങ്ങളെ ഉയർത്തും. നിങ്ങൾ ദരിദ്രനായാലും പാവിയായാലും ഏതായാലും യേശു സ്നേഹത്തോടെ സ്വീകരിച്ച് ഇതിനെ സ്വന്തമാക്കലാക്കി കൊടുക്കും. അങ്ങനെ നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ഇത് ക്രിസ്തു യേശുവിൽ മാത്രം സാധിക്കത്തുള്ളൂ, വേറൊരു മതത്തിൽ സാധിക്കത്തില്ല. അപ്പോൾ ഈ 54 വർഷം പാസ്റ്ററുടെ സുവിശേഷ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഓരോ വ്യക്തികളോട് പോയി സുവിശേഷം പ്രസംഗിക്കും. പിന്നീട് എങ്ങനെയാണ് സുവിശേഷം പങ്കുവയ്ക്കുന്നത്? പിന്നെ സുവിശേഷം പങ്ക് ചോദിച്ചാൽ ഗ്രാമങ്ങളിൽ കയറും, ടൗണിലേക്ക് കയറും. പിന്നെ കർത്താവ് യേശുവെ സംബന്ധിച്ച് സുവിശേഷം പറയും. സുവിശേഷം പറഞ്ഞ് പലരും രക്ഷിക്കപ്പെട്ട ദൈവസഭയിൽ ചേർന്ന് ജീവിക്കാൻ അനുഭവമുണ്ട്. അനേകം സ്ഥാനപ്പെടും. അങ്ങനെ സുവിശേഷം സംബന്ധിച്ച് സ്ഥാനപ്പെടുത്താനും മാനസാന്തരപ്പെടുത്താനും രോഗികളെ സൗഖ്യമാക്കാനും സഭയിലെ ചേർക്കാനും ദൈവരാജ്യം സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കാനും കർത്താവ് സഹായിച്ചു. പരസ്യയോഗം എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്. കൺവെൻഷൻ ഞാൻ ഒരു 18 ക്രൂസേഡ് പങ്കെടുത്തിട്ടുണ്ട്. 18 സെമിനാറും 15 ക്രൂസേഡിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. റേനൽ ബോങ്കെ ദേവദാസന്റെ കൂട്ടത്തിൽ എറണാകുളത്ത് ഞാൻ 6 മാസം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ജോയ്സ് മേയർ 4 തവണ മദ്രാസ് വരുമ്പോൾ ജോയ്സ് മേയർ വലിയ കൺവെൻഷൻ സെമിനാറിൽ 4 തവണ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മദ്രാസിലെ AG മോഹൻ പാസ്റ്റർ സഭയിൽ 4 തവണ അവിടെ ജോയ്സ് മേയർ സെമിനാർ നടത്തുമ്പോൾ അതിന് പങ്കെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എറണാകുളം ടൗൺ ഹാളിലെ 1986 വർഷത്തിൽ ഒരാഴ്ച കംപ്ലീറ്റ് ഫുള്ളായിട്ട് അമേരിക്കൻ നിഗ്രോ സുവിശേഷം സംബന്ധിച്ച് സുവിശേഷം അറിയിച്ചു. ആ സെമിനാറിൽ പങ്കെടുക്കാനിടയായി. ട്രിവാൻഡ്രം രാജധാനി 1987 ഒരാഴ്ച അമേരിക്കൻ നിഗ്രോ സെമിനാർ നടത്തുമ്പോൾ അവിടെയും പങ്കെടുക്കാനിടയായിത്തീർന്നു. അങ്ങനെ അനവധി സെമിനാർ പങ്കെടുത്ത് അനേക ദൈവവചനങ്ങൾ പഠിക്കുവാനും സന്തോഷിപ്പാനും സുവിശേഷ വേല ശക്തമായി ചെയ്യുവാനും മടുത്തു പോകാതെ പിന്മാറി പോകാതെ യേശുവിനെ മുറുകെ പിടിച്ച്. അപ്പോൾ എനിക്ക് മാത്രമല്ല എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് സഹായിക്കാൻ ആരുമില്ല. എൻ്റെ സഹായം യേശു മാത്രമേ ഉള്ളൂ. ഞാൻ നാടും വീടും വിട്ട് വന്ന, സ്വന്തം ബന്ധം വിട്ട് വന്ന, നാടും വീടും സ്വന്തം ബന്ധം വിട്ട് വന്നു. എനിക്ക് സഹായിക്കുവാൻ ആരുമില്ല. ജോസഫിനെ പോലെ ഏകനായി കർത്താവിൽ മുറുകെ പിടിച്ചുകൊണ്ട് പ്രയാസവും പ്രതിസന്ധിയും ജോലിയിൽ അനേക വിധமான പ്രശ്നങ്ങൾ വന്നാലും ദൈവം കൈവിടാതെ എന്നെ സൂക്ഷിച്ച് ഇതുവരെയും നിലനിർത്തി ഈ 76 വയസ്സിലും ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഓക്കെ, പൊതുവെ ഈ പുതുതായിട്ട് ഇറങ്ങുന്ന സുവിശേഷ പ്രവർത്തകരോടൊക്കെ പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? എനിക്ക് പറയാനുള്ളത്, ആകാശത്തിൽ ഭൂമിക്ക് മേൽ മനുഷ്യരുടെ ഇടയിൽ ഏത് ജാതിയായാലും ഭാഷയായാലും ഗോത്രങ്ങളായാലും യേശുവിൽ മാത്രമേ രക്ഷ ഉള്ളൂ. യേശുവിൽ മാത്രമേ നിത്യജീവൻ ഉള്ളൂ. യേശുവിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ നരകം എന്താണെന്നും സ്വർഗം എന്താണെന്നും ശാപം എന്താണെന്നും
പാപം എന്താണെന്നും ജീവൻ എന്താണെന്നും സാത്തൻ ആരാണെന്നും ദൈവം ആരാണെന്നും വിശുദ്ധ ബൈബിൾ ഗ്രന്ഥം കണ്ണ് തുറന്ന് മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ച് വായിച്ചാൽ ബൈബിൾ നമ്മെ പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കും. ഇതാണ് സത്യം. ഇതിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ഞാൻ ആരും പറഞ്ഞു കേൾക്കത്തില്ല. കാരണം എന്നെ ഒരു മനുഷ്യൻ സുവിശേഷം പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ പള്ളിക്ക് പോയിട്ടില്ല, കൺവെൻഷൻ കൂട്ടത്തിൽ പോയില്ല, പരസ്യത്തിൽ കൂടില്ല, ആരാധനക്ക് പോയില്ല. എൻ്റെ യേശു നേരെ എന്നെ വിളിച്ചതാണ് ഞാൻ പിന്നെ ക്രിസ്ത്യാനി ആയത്. ഇല്ലെങ്കിൽ ആകിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഈ വലിയവനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു തങ്ങളും വിശ്വസിച്ചാൽ തങ്ങളുടെ കുടുംബം ദൈവം നടത്തും. യേശുനാൽ അസാധ്യം ഒന്നുമില്ല. യേശുനാൽ എല്ലാം സാധ്യമാകുന്ന കർത്താവാണ്. ദൈവം നമ്മെ തളരമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്ററെ, വളരെയധികം നന്ദി. ഇത്രയും സമയം പാസ്റ്ററോടൊത്ത് പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ അവസരം കിട്ടിയതിൽ വളരെ നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.